ഛേ, എന്തൊരു അവസ്ഥ എനിക്ക് കിട്ടിയെന്ന് നോക്കി. പുറത്ത് പറയാൻ പോലും പറ്റില്ലല്ലോ. നിന്റെ ആഗ്രഹം നിറവേറ്റാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ കരുതിയേയില്ല. അല്ല, ശിവാനി അവിടെ ഇവിടെ കാണുന്നില്ലല്ലോ. ശിവാനി, ശിവാനി. ഇതെന്താ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സില്? ഇത് എന്റെ ഡ്രസ്സല്ലേ, നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ എന്റെ ഡ്രസ് എടുത്തിട്ടില്ലേ, അതുപോലെ ഞാൻ നിന്റെ ഡ്രസ്സും എടുത്തിട്ടു. ഇതൊരു മാതിരി പണിയായി കേട്ടോ. എന്റെ തുണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയേ? അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല തൃശൂർ. ഞാൻ നിനക്കൊരു വാക്ക് തന്നു കരുതി എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവിടെ നിൽക്ക് തൃശൂർ. തന്നിരിക്കുന്ന വാക്ക് തെറ്റിച്ചു എന്ന് പറ, എന്നിട്ട് പൊയ്ക്കോ. ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും തെറ്റിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേക്ക്. എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്ത. ശരി, പറയ്. എന്താ നിനക്ക് ചെയ്തു തരണ്ടേ? ഇപ്പൊ ഞാൻ തൃശൂലും നീ ശിവാനി. ഞാൻ നിന്നെ പോലെ അഭിനയിക്കും, നീ എന്നെ പോലെ അഭിനയിക്കണം. ഇതെന്തൊക്കെയാ പറയുന്നേ? എന്ത് കളിയത്? കളിയല്ല തൃശൂൽ, ഇത് സ്നേഹത്തിന്റെ പാഠം. നിനക്കെന്നോട് സ്നേഹമില്ലല്ലോ. ഇല്ല. പക്ഷെ എനിക്കുണ്ടല്ലോ. ശരി, ഇപ്പൊ നീ ശിവാനി, ഞാൻ തൃശൂൽ. ഇപ്പൊ നീ നിന്റെ സ്നേഹം എന്നോട് പറയണം. ഞാനോ? ഞാനെന്തിനാ പറയുന്നത്? നീ തന്നെ പറഞ്ഞേ പറ്റൂ. പറ. ശിവാനി. പറയൂ തൃശൂൽ. പറയേണ്ടത് നീ തന്നെയാ. എന്ത്? ഞാനോ? തൃശൂൽ, ഞാൻ നിന്നെ തൃശൂൽ, എന്നെ കൊണ്ട് വയ്യ. തൃശൂൽ, എന്നെ ഒന്ന് വിട്ടേ. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവില്ല, ഉണ്ടാവാൻ പോകുന്നേയില്ല. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാത്തിനും ആ മായാങ്കനിയാ കാരണം. അവൾ നിന്നിലുള്ള സ്നേഹം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നീ ഇത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. ഞാൻ തന്നെ അത് ശരിയാക്കിക്കൊള്ളാം. നിന്റെ സ്നേഹം ഞാൻ സ്വന്തമാക്കും തൃശൂൽ. തൃശൂൽ, എന്നെ കൊണ്ട് പറ്റുന്നില്ല തൃശൂൽ. ശിവാനി, എന്താ ഇത്? എന്തൊക്കെ നീ ചെയ്യുന്നേ? ഞാനെന്ത് ചെയ്തിട്ട തൃശൂൽ? പിന്നെ എന്തിനാ എന്നെ പിടിച്ച് വലിച്ചേ? നീ എന്തിനാ എന്നെ തള്ളിയിട്ടെ? നീ എന്തിനാ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയെന്ന്? നീ എന്തിനാ നിന്റെ സ്നേഹം മൂടി വെക്കുന്നേ? പറഞ്ഞു കുറെ ഓവർ ആവുന്നുണ്ടേ. അതുകൊണ്ടാ തൃശൂൽ, കൈയും ചേർത്ത് വെക്കാം. ശിവാനി, നീ ഒന്ന് വിട്ടേ. ശിവാനി, കൈ വിടാനാ പറഞ്ഞു. അയ്യോ, ഈ തുണി ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? എന്റെ ഒരു അവസ്ഥ. എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്ത് പറ്റിയടാ നിനക്ക്? അമ്മയുടെ മോളല്ലേ, ചക്കര വാവയല്ലേ? കരയില്ലേ കരയില്ലേ കരയില്ലേ? എന്തിനാ കുഞ്ഞു കരയുന്നേ? എന്താന്നറിയില്ല, കുഞ്ഞു കരഞ്ഞോണ്ടേ ഇരിക്കുക. പാല് കൊടുത്തില്ല അതിന് വിശക്കുന്നുണ്ടോ? പാല് കൊടുത്തിട്ട് അധികം നേരമായിട്ടില്ല, എന്നിട്ടും നോക്കിയേ കരഞ്ഞോണ്ടേ ഇരിക്കുക. പിന്നെ ഇത് എന്താ മധു? നീ ഇങ്ങോട്ടാ, ഞാൻ കൊച്ചിനെ നോക്കാം.
എന്തൊരു ചക്കരെ, എന്തിനാടാ കരയുന്നേ? അച്ഛന്റെ പൊന്നുവാവല്ലേ, അച്ഛന്റെ പൊന്നല്ലേ, എന്തിനാടാ കരയുന്നേ? എന്തിനാടാ ചക്കരെ? അയ്യോ, കുട്ടി നിർത്താതെ കരയുന്ന കാണുമ്പോ എനിക്ക് ആകെ പേടിയാവുന്നത് പോലെ. ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോയാലോ നമുക്ക്? ശരി, എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി ഏട്ടാ. ഇല്ല. അച്ഛാ, എവിടേക്കാ പോകുന്നേ? കുഞ്ഞു വല്ലാതെ കരയുന്നു, ഒന്ന് ഹോസ്പിറ്റൽ. എന്താ ഇത്? കുഞ്ഞു കരച്ചില് നിർത്തിയല്ലോ. എന്തൊരു അതിശയം ഇത്. എന്താ അതിശയം? അവളവളുടെ ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ഓ, അപ്പൊ ചേട്ടനെ കണ്ടിട്ടാ കരച്ചിൽ നിർത്തിയത്. അച്ഛാ, മോളെ ഇങ്ങത്താ. ആ, ഇവനാണ് ശരിക്കുള്ള ഡോക്ടർ. ഇനിയിപ്പോ അവളെ ഏട്ടൻ്റെ ഒപ്പം കളിച്ചോളൂ. നമുക്ക് പോവാം. കൊച്ചുമകനെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എല്ലാം ഭംഗിയായി മുത്തശ്ശി. എനിക്ക് ശക്തികൾ ലഭിച്ചു. ആർക്കും ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാനായി ഞാൻ സമ്മതിക്കുകയുമില്ല. പറയൂ മുത്തശ്ശി, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് പോലെ കേൾക്കാമോ? നശിച്ചുപോയ എന്റെ ജീവിതം തിരിച്ചു തന്നത് മുത്തശ്ശിയാ. മുത്തശ്ശി പറയുന്ന എന്ത് കാര്യം ചെയ്യും. നീ പോയി ആ ദിഗ്വിജയനെ കൊല്ല്. എന്താ മുത്തശ്ശി പറയുന്നേ? തമാശ പറയാൻ നിൽക്കല്ലേ. ഞാൻ പറയുന്നത് സത്യമാണ്. നീ അവനെ കൊന്നേ പറ്റൂ. ഡാഡി മുത്തശ്ശി എന്ത് ചെയ്തിട്ടാ? അദ്ദേഹത്തെ എന്തിനാ കൊല്ലുന്നേ? കാരണമൊന്നും ചോദിക്കണ്ട. ഞാൻ പറയുന്നത് ചെയ്താൽ മതി, അത്ര തന്നെ. എന്നെ കൊണ്ട് പറ്റില്ല മുത്തശ്ശി. ഡാഡിയുടെ നിഴലില്ല ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. അവരെന്നെ വളർത്തിയവരാ. എന്നെ കൊണ്ട് അതിന് കഴിയില്ല. ഏയ്, വെറുതെ ഇരിക്കടാ. നിന്റെ അച്ഛൻ ദിഗ്വിജയനല്ല, എന്റെ മകൻ നന്ദീശനാ. ദിഗ്വിജയൻ നിന്റെ ശത്രുവാണ്. വെറുതെ ഓരോന്ന് പറയല്ലേ മുത്തശ്ശി. അദ്ദേഹം എങ്ങനെ എന്റെ ശത്രു ആവുന്നേ? ഞാൻ അദ്ദേഹത്തെ കൊല്ലില്ല. നീ അവനെ കൊന്നില്ലെങ്കിൽ മുന്നോട്ടൊരു ദിവസം നിന്റെ വഴിയിൽ തടസ്സം വരുന്നത് അവനായിരിക്കും. നിന്റെ ജീവിതം നശിപ്പിക്കാൻ പോകുന്നതും അവനായിരിക്കും. ഡാഡിയോ? മകനല്ലെന്നും പറഞ്ഞ് നിന്റെ കയ്യിലുണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം തിരിച്ചെടുത്തു. നിന്നോടുള്ള സ്നേഹവും കുറഞ്ഞു. മുന്നോട്ടിനി പൂർണ്ണമായും നിന്റെ സമാധാനവും ഇല്ലാണ്ടാക്കും. അങ്ങനെ ഒരവസ്ഥ വേണോ നിനക്ക്? ഇല്ല, എനിക്ക് സമാധാനം വേണം. എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ അവനെ നീ കൊല്ലുക തന്നെ വേണം. മറ്റൊരു വഴിയില്ല. കൊല്ലില്ലേ നീ? ഞാനത് ചെയ്യാം മുത്തശ്ശി. ഡാഡിയെ കൊല്ലാൻ ഞാൻ. ഏതോ മരണത്തിന്റെ സൂചന വരുന്നുണ്ടല്ലോ. എന്താ ബാബ അങ്ങിങ്ങനെ നോക്കുന്നേ? നിന്റെ മുഖത്ത് മരണത്തെ കാണുന്നു ഞാൻ. എന്താ പറഞ്ഞേ? മരണത്തെ കാണുന്നല്ലോ? ഏതോ ഒരു മൃത്യുവിന്റെ കോപം നിന്നെ പിടികൂടുവാനായി തയ്യാറെടുക്കുന്നുണ്ട്. അത് നിന്റെ ആയുസ്സിന് തന്നെ ദോഷമാണ്. എന്താണ് ഈ പറയുന്നത് ബാബ? ഞാനായിട്ട് നിന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ല. നീയായിട്ട് ഇങ്ങോട്ട് എന്നെ വന്ന് കാണേണ്ട യാതൊരു തരത്തിലുള്ള കാരണവും കാണുന്നില്ല. എന്നിട്ടും നീ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വിധിയാണ്. യമരാജന്റെ കയറിൽ നിന്നെ കൊടുക്കാൻ പോകുന്നു എന്ന സൂചന തരുവാനായി ആ മഹാകാലനാണ് നിന്നെ ഇവിടേക്ക് വരുത്തിയത്. ബാബ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ചാ ജീവിക്കുന്നത്. അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുമുണ്ട്. ഓരോ ചുവടുകളും ഞാൻ സൂക്ഷിച്ച് മാത്രമേ വെക്കാറുള്ളൂ ബാബ. എന്നാലും നിന്റെ ചുവടുകളെ മരണം പിന്തുടരുന്നുണ്ട്. അത് ചെറിയൊരാപത്തൊന്നുമല്ല.
എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നിന്റെ ശ്വാസം നിലനിർത്താൻ പ്രയാസമാണ്. എനിക്ക് ആരിൽ നിന്നാണ് അപകടം ബാബ? എന്റെ ശത്രു ആ ആദിശേഷനാണോ? ആദ്യം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കുവാനുള്ള സമയവും ഇപ്പോഴില്ല. നിന്റെ ജീവന്റെ രക്ഷ നിന്റെ കൈകളിൽ തന്നെയാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബാബ? ജയ് മഹാകാളി. ഇത് കയ്യിലെടുത്തോളൂ. ഇത് നിന്റെ വലത് കൈയിൽ ധരിക്കണം. ഇതാണ് നിന്റെ ജീവന്റെ രക്ഷാകവചം. ബാബ, എന്താപത്താണ്? ആരിൽ നിന്നുള്ള ആപത്താണ്? ആപത്തേത് രൂപത്തിൽ വേണമെങ്കിലും വരാവുന്നതാണ്. ഒരു പക്ഷേ ആപത്ത് നിന്റെ കൺമുമ്പിൽ വന്നാലും ഭയപ്പെടരുത്. എല്ലാത്തിനെയും എതിർക്കണം. നിന്നിലുള്ള എല്ലാ ശക്തികളും ഉപയോഗിച്ച് നിന്റെ ജീവൻ രക്ഷിക്കണം. പിന്നീട് മുന്നോട്ടെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം അത് ധരിക്ക്. ശരി ബാബ. ജയ് മഹാകാളി. അച്ഛനാണെങ്കിൽ അവളെ സ്നേഹിക്കണമെന്നാ പറയുന്നേ. എനിക്കാണെങ്കിൽ അവളോട് സംസാരിക്കാൻ പോലും ധൈര്യമില്ല. അവൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന എന്റെ നാവ് അനങ്ങുന്ന പോലും ഇല്ല. അയ്യോ എന്റെ ഗരുഡനാഥ, ഇന്ന് എന്തെങ്കിലും ചെയ്ത് അവളോട് സംസാരിച്ചേ പറ്റൂ. ഇത് അവനല്ലേ? അന്ന് ചേഞ്ച് ചോദിച്ചപ്പോ പേടിച്ച് ഓടിപ്പോയവനല്ലേ? ഇവനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഒന്ന് പോയി സംസാരിച്ചാലോ? ഓക്കെ. ഹായ്. ഹലോ. ഹലോ. പിന്നെ ഹായ്. ഹായ്. ബൈ. ഹായ്. ഹായ് ശിക്കാരി ശംഭു. നിങ്ങളെന്താ ഇവിടെ? ഒന്നുമില്ല, എന്റെ ബൈക്ക് കേടായിപ്പോയി. ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട്. ഓ, അന്ന് നിങ്ങളുടെ ബൈക്ക് അവിടെ ഇട്ടിട്ട് പോയി. ഇപ്പോ നിങ്ങളുടെ ബൈക്ക് നിങ്ങൾ ഇട്ടിട്ട് പോയി. ശരി, നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? എവിടേക്കാ പോണ്ടെന്ന് പറഞ്ഞാ ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്തോളാം. നീ എന്നെ ഡ്രോപ്പോ? ആ, ഞാൻ കാശൊന്നും ചോദിക്കില്ലെന്നേ. നിങ്ങൾ കേറിക്കോ. അത് നോ എൻട്രി. ഇന്ന് നിങ്ങളോട് എന്തായാലും എനിക്ക് സംസാരിച്ചേ പറ്റൂ. അല്ലെന്നേ, ഞാൻ നിങ്ങളോട് എപ്പോഴും സംസാരിക്കാൻ വരുമ്പോ നിങ്ങൾ എന്തിനിങ്ങനെ ഓടിപ്പോകുന്നത്? ഉത്തരം പറ. അത് നിങ്ങൾ എന്റെ ബൈക്ക് എടുത്തോ, ഞാൻ നിങ്ങളുടെ ബൈക്ക് എടുക്കാം. ഞാൻ എന്റെ ബൈക്ക് എടുത്ത് പോയിക്കോളാം, നിങ്ങൾ വെക്കോ. ഇപ്പൊ എന്താ, കേറുന്നോ ഇല്ലയോ? കേറണോ അല്ലേ? കേറി പറ്റുള്ളൂ. ഒന്ന് കേറ്. അതല്ല, എനിക്കൊരു സംശയം. അല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുമ്പിൽ വന്ന് പെടുന്നുണ്ടല്ലോ. എന്നെ എങ്ങാനും ഫോളോ ചെയ്തോണ്ടിരിക്കുവാണോ നിങ്ങള്? അയ്യോ, സത്യമായിട്ട് അങ്ങനൊന്നും അല്ല. പോട്ടെ, വിട്ടേക്ക്. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നേ? ഹാ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളുടെ പേരെന്താ? അജിത്ത്. അജിത്ത്. പേര് നന്നായിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ശിക്കാരി ശംഭു എന്നാണ് പേരിടേണ്ടത്. നന്നായിട്ടുണ്ടല്ലേ? ആ, നന്നായിട്ടുണ്ട്. അതുകൊള്ളില്ല, അതുകൊള്ളില്ല. നിർത്ത്. എന്ത് പറ്റി? ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. അതിന് ഇവിടെ എങ്ങും വീടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പോയിക്കോളാം, സാരമില്ല, ഞാൻ പോയി. ഹലോ ശിക്കാരി ശംഭു, അവിടെ ഒന്ന് നിക്ക്. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാന്നേ. യമരാജന്റെ കയറിൽ നിന്നെ കുടുക്കുമെന്നുള്ള സൂചന തരുന്നതിനായി നിന്റെ ചുവടുകളെ മരണം പിന്തുടരുന്നുണ്ട്. ഏയ് ത്രിവിക്രം, എപ്പോഴാ നീ വന്നേ? ഡാഡ് ഇപ്പൊ വന്നേ ഉള്ളൂ. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം ഡാഡ്? അച്ഛൻ വിളിച്ചാൽ നേരെ ഇങ്ങ് വന്നേക്കണം. എന്താ ഏതാന്നൊന്നും ചോദിക്കാൻ നിന്നേക്കരുത്. യു ഷുഡ് റിഫൈൻഡ് യുവർ മാനേഴ്സ്. കം. സോറി ഡാഡ്.
ഡാഡ് പറയ്. ഇങ്ങോട്ട് ഇരിക്കടാ. ഇനി പറ, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പറഞ്ഞു, ഐ വിൽ സോൾവ് ഇറ്റ്. ഡാഡ് എനിക്ക് എന്ത് പറ്റിയെന്ന്? ഐ എം ഫൈൻ. അല്ല ഡാഡ്, എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഐ എം ഫൈൻ എന്ന് പറയുന്നതിന് പിന്നിൽ പെയിൻ ഉള്ളത് നിന്റെ മുഖം എടുത്ത് കാണിക്കുന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് നിന്നെ മനസ്സിലാവും. പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിങ്ങനെ വിഷമിച്ചിരുന്ന നിന്റെ ജീവിതം തന്നെ കൈവിട്ടു പോകും. ഡാഡി എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി എന്റെ മനസ്സിൽ ഇപ്പോ ഒരു പ്രശ്നമില്ല. പിന്നെന്താ വീട്ടിലേക്ക് നീ കൃത്യസമയത്ത് വരാത്തത്? ആരോടും ശരിക്കും സംസാരിക്കുന്നില്ല, ഒന്നിലും ഒരു താല്പര്യം കാണിക്കുന്നില്ല. മുൻപ് നീ ഇങ്ങനെ ആയിരുന്നില്ല മോനെ. നിന്നോടത് ഞാൻ നേരത്തെ തന്നെ സംസാരിക്കണമെന്ന് കരുതിയതാണ്. നിനക്കെന്തെങ്കിലും മനസ്സിന് വിഷമായെങ്കിലോ എന്ന് വിചാരിച്ചാ ഞാനത് മാറ്റിവെച്ചത്. ഇനിയെങ്കിലും ഞാനിത് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. തുടങ്ങി ഇങ്ങേരുടെ ഉപദേശം. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇവിടെ വെച്ചാൽ കൊല്ലാൻ തോന്നുക. ത്രിവിക്രം, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ചേഞ്ച് യുവർ സെൽഫ്. നീ മാറണം. കൃത്യസമയത്ത് വീട്ടിലേക്ക് വരണം, നല്ല ചിന്തകൾ ഉണ്ടാവണം, വീട്ടുകാരോട് നന്നായി പെരുമാറണം. എല്ലാം ശരിയാവും മോനെ.